അങ്ങനെ ആറ്റ് കിട്ടിയ ഒരു അവധി ദിവസം വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുന്നില്ല, സിറ്റിയിലോട്ട് പോകാമെന്നങ്ങ് വിചാരിച്ചു. നല്ല തിരക്കുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ വേറൊരു സ്ട്രീറ്റിൽ കാറ് പാർക്ക് ചെയ്തേച്ച് ബാക്കി അങ്ങോട്ട് നടന്നു. ചുമ്മാ പോകുന്നതല്ല കേട്ടോ, അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, ന്യൂ മലയാളി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓണേഴ്സ് കുറച്ച് ഫ്രണ്ട്സിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെയുള്ള പോക്കാണിത്. നല്ല അടിപൊളി ആംബിയൻസും തകർപ്പൻ ഫുഡും പിന്നെ നല്ല വിശപ്പും. നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങളായ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഏത്തയ്ക്കാപ്പം, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ, ചിക്കൻ വറുത്തരച്ച കറി, അപ്പം, പായസം, പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് പെട്ടെന്ന് അങ്ങോട്ട് നോട്ടീസായത്. ആദ്യം പിള്ളേർക്കുള്ള ഫുഡ് എടുത്തു. അവരെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഞാൻ ഏത്തയ്ക്കാപ്പവും ബീഫ് ഫ്രൈയും കൂടെ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ് എല്ലാവരും സോഷ്യലൈസ് ചെയ്യുന്ന ഒരു നേരമായിരുന്നു. അപ്പോഴാണ് ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് ഹാരി പോട്ടറിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. സാധനങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് മേടിക്കാൻ തോന്നില്ല, ബിക്കോസ് ഭയങ്കര കത്തി പ്രൈസാണ്. ഇത്രയും വെർത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ആണേലും പോയതല്ലേ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഏതായാലും അങ്ങോട്ട് മേടിച്ചു. ഇനിയിപ്പം ഇതിനു വേണ്ടി അങ്ങോട്ട് പോക്ക് ഒന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ പോയ കൂട്ടത്തിൽ കണ്ടിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാവരോടും ബൈ പറയാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് കൂട്ടത്തിൽ ഒരു ഗസ്റ്റ് ഒരു സൈബർ ട്രക്ക് മേടിച്ചായിരുന്നു. സോ അപ്പം അതിൻ്റെ പുറകെയായി എല്ലാവരും. പാപ്പും അമ്പും കിട്ടിയ ചാൻസ് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു. അവരത് കയറിയിരിക്കുകയും അതിനകം എല്ലാം എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് നടന്നു. പക്ഷേ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് മറന്നുപോയി. സോ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ 2-3 ബ്ലോക്ക് ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. പക്ഷേ ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു ഒരു 1/2 മണിക്കൂറിന് ശേഷം.